ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹറിൻ്റെ അടുത്ത് നമ്മുടെ സരിയു പറയുന്നുണ്ട്, അതെ നമ്മൾ നാട് വിട്ടുപോയാലും മനുഷ്യരുടെ സ്വഭാവമൊക്കെ മാറും മനുവേട്ട എന്ന് പറയുമ്പോഴേക്കും മനു സരിയുവിൻ്റെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നമ്മുടെ മനു പറയുന്നുണ്ട്, നമ്മൾ കർക്കിടകത്തിനെ പോകണമെന്ന് വിചാരിക്കൊന്നും വേണ്ട മോളൂ. അമേരിക്കയിൽ എവിടെ കർക്കിടകം, എവിടെ ജാതകം, കാര്യങ്ങളൊന്നും തന്നെയില്ല. എല്ലാ ഇതും ഒന്ന് അവരങ്ങനെ ജാതകമെന്നോ കർക്കിടകമെന്നോ അല്ലെങ്കിൽ ചിങ്ങോന്നോ അങ്ങനെ ഒന്നും ഇല്ല മോളൂ. അവിടെ എല്ലാം നല്ല മോഡേൺ ചിന്താഗതി ചിന്തിക്കണാണ്. ഇവിടെ അല്ലേ പൂച്ച വട്ടം ചാടിയാൽ പോലും ജാതകം മാറും എന്ന് പറയണത്. അവിടെ അങ്ങനെയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോലും അവർ ജാതകം ഒന്നും നോക്കാറില്ല. ഇവിടെയാണ് ശനി ദശ, ആ ദശ, ഈ ദശ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല മോളൂ. നമ്മൾ സുഖമായിട്ട് ജീവിക്കുക, ഞാനും എൻ്റെ അതുപോലെ തന്നെ കുഞ്ഞും കൂടി സുഖമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ സാരിയും, നീ സുഖമായിട്ട് ജീവിക്കൂടാ, വേറെ പെണ്ണിന്റെ കൂടെ എന്നിട്ട് അവളെയും പറ്റിച്ച് വേറൊരുത്തിനെ കെട്ടും, അതല്ല നിന്റെ സ്വഭാവം, എന്തായാലും ഇന്നത്തോടെ നിന്റെ ജീവിതം തീർന്നൂടാ എന്ന് സാരിയോ മനസ്സിൽ വിചാരിക്കുകയാണ്. മനോഹർ ചോദിക്കണ്ടേ, എന്താ മോളും ആലോചിക്കണത്? ഒന്നുമില്ല മനുവേട്ടാ, നമ്മുടെ ഈ വീട്ടിലുള്ള ലാസ്റ്റ് ദിവസം അല്ലേ ഇന്ന്, അതെന്താ മോളു അങ്ങനെയൊക്കെ പറഞ്ഞത്? നമ്മൾ അമേരിക്ക പോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരില്ലേ? ഈ വീട് വേണ്ട മനുവേട്ടാ, അമേരിക്ക പോയിട്ട് നമ്മൾ തിരിച്ചുമ്പോൾ വേറൊരു വീട് എടുക്കാം, എന്നാൽ കിരണും കല്യാണമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നിൽക്കാൻ എനിക്കും താല്പര്യമൊന്നുമില്ല എന്ന് സാരിയോ പറയാണ്. മനോഹർ പറയണ്ടേ, ഇതിനെ എത്ര നാളിട്ട് മോളെടുത്ത് പറയാനാണ്? അവരെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കണം. നോക്ക്, അവർ മോളുകളൊക്കെ ഒരുപാട് ഉയരെയാണ്. മോള് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ കല്യാണം ഉണ്ടല്ലോ, ഇത്ര നാൾ സംസാരിക്കാത്താണെന്ന് വിചാരിക്കണ്ട. സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ അവളെ വെച്ചടി കേറ്റുവാണ്. അതൊന്നും പറഞ്ഞ് മോളെ ഞാൻ വെറുതെ അസൂയൊന്നും കേറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം മോളെ എന്ന് പറയാണ്. ശരി മനുവേട്ട എന്ന് പറയണ്ട്. അങ്ങനെ മനോഹർ മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും സരിയുവാണെന്നുണ്ടെങ്കിൽ ഷാരിയുടെ അടുത്തേക്ക് പോവാണ്. ഷാരി പറയണ്ട്, മോളെ നമ്മൾ ചെയ്തതിന് ഫലം, അത് നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ തിരിച്ചടി നമുക്ക് കിട്ടിയിരിക്കും മോളെ. എനിക്ക് കിട്ടുന്നത് കണ്ടില്ലേ, അതുപോലെ എല്ലാവർക്കും ഓരോരോ തിരിച്ചടികൾ കിട്ടും. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് കാലം നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രതിഫലം തരും. അതാണ് ആ കല്യാണിക്ക് കിട്ടിയത്. അവൾ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചില്ലേ, പ്രകാശൻ ഒരുപാട് തെറ്റുകൾ അവളോട് ചെയ്തതാണല്ലോ, അതിന് പ്രകാശൻ ഇപ്പൊ വേറെ രീതിയിൽ അനുഭവിക്കണോ, അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ അവൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം മോളെ, ഇനിയിപ്പോ അവരുടെ കാര്യം ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും എൻ്റെ മോള് സുഖമായിട്ട് ജീവിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാണ്. സരിയോക്കും വിഷമം ഒന്നും ഷാരിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ. പിറ്റേ ദിവസം രാവിലെ തന്നെ മനോഹർ മണവാളിന്റെ വേഷത്തിൽ ഇങ്ങനെ നിൽക്കട്ടെ, വെള്ളയെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാം മനുവേട്ടാ, ഇതെന്താ മണവാളച്ചക്കനെ പോലെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പൊ കണ്ട മനുവേട്ടന്റെ എന്താണ് കല്യാണം പോലെ ഉണ്ട്, അതും ക്രിസ്ത്യൻ കല്യാണം പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ, മോളു നമ്മൾ നാളെ അമേരിക്കയിൽ പോവല്ലേ, അപ്പൊ കുറച്ച് ഈ വേഷത്തിലൊന്ന് പുറത്തേക്ക് ഒന്ന് പോയി വരാൻ വിചാരിച്ചു. ഞാൻ വരുന്നു മനുവേട്ടന്റെ കൂടെ. വേണ്ട മോളു, ഞാനിപ്പൊ തന്നെ വരും, 1 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ വരും എന്ന് പറയാണ്. സരിയോ മനസ്സിൽ വിചാരിക്കണം, 1 മണിക്കുള്ളിൽ നീ അമേരിക്ക പോകുന്ന എനിക്ക് അറിയാടാ, നീ പോണത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം എന്ന് സരിയോ മനസ്സിൽ വിചാരിക്കണ്ട. എന്താ മോളു എന്ന് പറഞ്ഞിട്ട് സരിയോനെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം മോളു, ഞാനും നീയും നമ്മുടെ മോളും കൂടി എത്രയും പെട്ടെന്ന് നമ്മൾ ഇന്ന് തന്നെ അമേരിക്കയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ സരിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ്. ശേഷം മോളുടെ അടുത്തേക്ക് മനോഹർ പോകുന്നുണ്ട്. മോളെ കാണുമ്പോൾ മനോഹർ മുഖം ഒന്ന് ചെറുതായിട്ട് മാറുന്നുണ്ടോ, എന്റെ പൊന്നു മോളെ, എനിക്ക് നിന്നെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ മോളെടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ സരിയോ ചോദിക്കണേ, എന്താ മനുവേട്ട മോളെടുത്ത് ഉമ്മയൊക്കെ കൊടുക്കണത്? ഇത് കണ്ടാ തോന്നും മനുവേട്ടൻ ഇവിടെ പോകുവാണ്, ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ തോന്നുമല്ലോ. എല്ലാ മോളോ, എനിക്ക് പെട്ടെന്ന് എന്തോ നിങ്ങൾക്കൊക്കെ സ്നേഹം കൂടി വന്നു, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ മനോഹർ അവിടെ തടി തപ്പിയിട്ട് അങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. തൊട്ടു പിന്നാലെ സരിയും പോകുന്നുണ്ട്. നിന്റെ കല്യാണം അല്ലേടെന്ന്, നിന്റെ പുറകെ തന്നെ ഞാനും വരുന്നുണ്ട്, കാണിട്ടിടാ നിന്റെ കല്യാണം ഞാനും എന്ന് പറയാട്ടോ. അങ്ങനെ മനോഹർ പോയ തൊട്ടു പിന്നെ തന്നെ സരിയും വണ്ടി എടുത്തോണ്ട് പോവുകയാണ്. ഷാരി ചോദിക്കണം, മോള് നീ എവിടെയാ പോണെന്ന് ചോദിക്കുമ്പോ, ഞാൻ ചിലപ്പോ തിരിച്ചു വരും, ചിലപ്പോ തിരിച്ചു വരില്ല, നിങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് സാരി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. ഈശ്വര, എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചു? അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചാണ്, കയ്യിൽ ഇരുമ്പൊലൊക്കെ എടുത്തിട്ടുണ്ട്, എന്താണാവോ എന്നൊക്കെ ഷാരി ആകെ ടെൻഷൻ ആവാട്ടെ. ആരുടെ സഹായം ചോദിക്കും, ആടുത്ത് പറയും എന്നൊന്നും അറിയാൻ പറ്റുന്ന ഷാരി അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഇരുമ്പൊലൊക്കെ എടുത്തിട്ടാണ് സരയോ വണ്ടിയിൽ യാത്ര ചെയ്യണത്. നോക്കുമ്പോൾ മനോഹർ ഒരു പള്ളിയുടെ ഒരു ചെറിയൊരു കപ്പോളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ നമ്മുടെ മരിയെ നല്ല കല്യാണ പെണ്ണിന്റെ വേഷത്തിലൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു കേട്ടോ. മരിയ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ മനോഹറും വരുന്നുണ്ട്. മരിയ എന്ന് പറയുമ്പോൾ, മനോഹർ വന്നോ എന്ന് പറയാണ്. രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശേഷം മനോഹരോട് പറയുന്നുണ്ട് മരിയ, ഇവിടെ വെച്ചിട്ട് നമ്മുടെ മിന്നുകെട്ട് നടക്കാൻ പോണത്, നീ എന്റെ കഴുത്തിൽ മിന്നു കെട്ടണം, അതിനുശേഷം നമുക്ക് ഇന്ന് തന്നെ ഫ്ലൈറ്റ് ഉണ്ട്, ഫ്ലൈറ്റിൽ കയറി നമുക്ക് അമേരിക്കയിലേക്ക് പോകണം എന്നൊക്കെ പറയാണ്. അങ്ങനെ മനോഹർ പോക്കറ്റിൽ നിന്ന് ആ താലി പുറത്തേക്ക് എടുക്കുകയാണ്. കുരിശിന്റെ താലിയാട്ടോ. ഇതെല്ലാം തന്നെ സരിയോ മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ താലി എടുത്തിട്ട് മരിയുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുകയാണ്. മരിയക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷമാണ് മനോഹർ, ഇത് നീ എന്റെ കഴുത്ത് താലി കെട്ടാണ് എന്നൊക്കെ പറയണം. അങ്ങനെ മനോഹർ മരിയയുടെ കഴുത്തിലേക്ക് താലി കെട്ടി കൊടുക്കാട്ടോ.
ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ സരു അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ മനോഹർ ഇങ്ങനെ താലിങ്ങനെ ചാർത്താൻ പോകുന്ന ആ സെക്കൻഡില് എടാ എന്ന് പറഞ്ഞിട്ട് സരു അവിടെ ആ ഇരുമ്പോലൊക്കെയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. സരുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനോഹറിന്റെ കയ്യും കലക്കണ്ട് വിറക്കും കേട്ടോ. അപ്പോഴേക്കും മരിയ പറഞ്ഞിട്ട് ഇത് അവളല്ലേ നിന്റെ അമ്മാവിന്റെ മോളെന്ന് പറഞ്ഞ അതെ അതെ അവള് തന്നെയാ, അവൾ എന്തോ അറിഞ്ഞിട്ട് വന്നിരിക്കുക, മോള് വേഗം പോയിക്കോ എന്ന് പറയുമ്പോൾ തന്നെ പോവരുത് എന്ന് സരു പറയണം. അപ്പൊ മനോഹരന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ വഷളായി, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇവള് വന്ന് നിൽക്കണെന്നുള്ള കാര്യം മനോഹരന് മനസ്സിലായിട്ടോ. നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ എന്തിനാ വന്നത് നിനക്ക് അറിയണോ അല്ലേ, നിന്റെ എല്ലാ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. നീ എന്താ വെച്ചത് ഞാനൊരു വെറും പൊട്ടിയാണല്ലോ, എന്നെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്നു, നീ നിന്റെ ഒരുപാട് ഭാര്യമാർ ഇതുപോലെ പറ്റിച്ചു കാണും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. മരിയ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഒരുപാട് ഭാര്യമാരോ, നിങ്ങൾക്ക് തലക്ക് ബോധമില്ലെന്ന് ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മാനസിക അസുഖം കൂടിയോ, നിങ്ങൾ വല്ല ഹോസ്പിറ്റലും കൊണ്ടേ കാണിക്കുക, മനുവേട്ടന്റെ മോൾ മെക്കെട്ട് കയറാൻ വേണ്ടി വരണ്ട എന്ന് മരിയ പറയുമ്പോഴേക്കും സരിയോ പറയണ്ട നിനക്ക് ഇവനെ കുറിച്ച് എന്തറിയാം, ഇത്രോ നീ കല്യാണം കഴിക്കാൻ പോകണല്ലോ, ഇവന്റെ വീട്ടുകാരെ നീ കണ്ടിട്ടുണ്ടോ, ഇവന്റെ വീട് നീ കണ്ടിട്ടുണ്ടോ, ഇവന്റെ അഡ്രസ്സ് നിനക്കറിയാവോ, ഇവന്റെ തിരിച്ചറിയൽ കാർഡ് നീ കണ്ടിട്ടുണ്ടോ, ഇവനെ മനോഹരനല്ല മൂന്നാർ മുരുകൻ, അതാണ് ഇവന്റെ റിയൽ നെയിം. അത് മാത്രല്ല നിന്നെയല്ലേ ഇവൻ കല്യാണം കഴിച്ച ആദ്യത്തെ പെണ്ണ്, വേറെ ഏതോ പെണ്ണിന് ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിനുശേഷം അങ്ങോട്ട് എണ്ണിയ തീരത്തെത്ര പെണ്ണുങ്ങളുടെ ജീവിതം ഇവൻ തുലച്ചിട്ടുണ്ട്. അത് മാത്രല്ല എല്ലാ പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങളെ സമ്മാനിച്ചിട്ട് അവിടുന്ന് ആ പെണ്ണുങ്ങളുടെ സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചിട്ടാണ് അവൻ വീണ്ടും അടുത്ത പെണ്ണിന്റെ അടുത്തേക്ക് പോണത്. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം തന്നെ ഇവൻ എന്നെ കല്യാണം കഴിച്ചപ്പോൾ 2 വർഷം എനിക്കൊരു മോളുണ്ട്, അതിനുശേഷം ഇവൻ എത്ര പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ, ഡോണ, ഭാഗ്യം കൊണ്ട് അവള് രക്ഷപ്പെട്ടു. പിന്നെ നിഷ അവളുടെ കഴുത്തിൽ താലി ചാർത്തി ഒരു 2-3 മാസം അവളുടെ കൂടെ നിന്നിട്ടുണ്ട്. ശേഷം അടുത്ത പെണ്ണ്, അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ പുറകെ നടന്നിട്ടുണ്ട്. കുറേയൊക്കെ കിരണും കല്യാണിയും കാരണമാണ് ആ പെണ്ണുങ്ങളുടെ ജീവിതമൊക്കെ രക്ഷപ്പെട്ടത്. അവസാനം കല്യാണം കഴിക്കുമ്പോൾ നിതേനയായിരുന്നു. നിതേന ശരിക്കും പറ്റിച്ചുട്ടു. നിതയുടെ ഒരു ഭർത്താവാൻ പോകുന്ന ആളെ പെൺവേഷത്തിൽ ഇവനെ പറ്റിച്ചു. എല്ലാ കഥ ഞാൻ അറിഞ്ഞിട മനോഹരെ, വരുൺ നിന്നെ പറ്റിച്ചല്ലേ, വരുൺ നിന്നെ പറ്റിച്ച് നിന്നെ കല്യാണ മണ്ഡപം വരെ എത്തിച്ചിട, എല്ലാം ഞാൻ കണ്ടു, CD അടക്കം കണ്ടു, കല്യാണ വീഡിയോ അടക്കം ഞാൻ കണ്ട. നീ ഇതിനു മുമ്പ് കല്യാണം കഴിച്ച പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും കല്യാണ വീഡിയോ, നീ ടെക്സ്റ്റൈൽസ് പോയപ്പോഴുള്ള വീഡിയോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. നീ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താഴെ ചേർത്താൻ വേണ്ടി നിന്റെ കൈയും നീ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ ഇവൾക്ക് വട്ടാണ്, വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ മരിയ എന്ന് പറഞ്ഞിട്ട് മരിയന്റെ കൈയും പിടിച്ച് മനോഹർ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും നിക്കവിട എന്ന് പറഞ്ഞിട്ട് സരിയും പുറകില് പ്രാന്ത് പിടിച്ച പോലെ ഓടുവാട്ടോ. അങ്ങനെ മനോഹറിന് നാളെ സരിയു ഇല്ലാതാക്കാൻ പോകുന്നു എന്നൊരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മനോഹർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇനിയിപ്പോ നന്നായിട്ട് സരിയുടെ കൂടെ ജീവിക്കാൻ പോകുന്നില്ല. കാരണം ഇത്രയും പെണ്ണുങ്ങളെ ശാപം തലയിൽ പേറ്റിക്കൊണ്ടിരിക്കുന്ന ആളെ നന്നായാലും അതൊട്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ഒരു, അതായത് സീരിയലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, ശരിക്കും ഒറിജിനലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, അവരൊക്കെ അവസാനം നന്നാവുകയാണെങ്കിൽ അതൊന്നും ശരിയാവില്ല. അവർ ചെയ്ത കൂട്ടിനൊക്കെ അവർ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് മനോഹർ എന്ന് പറഞ്ഞ ക്യാരക്ടർ സരുവിന്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാവണം. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാല് നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നാളത്തെ എപ്പിസോഡ് അത് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നാളെ നമ്മുടെ മനോഹറിന്റെ അതുപോലെ തന്നെ നമ്മുടെ മരിയയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.